ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് യൂണിറ്റ് 1-ൻ്റെ തന്നെ നെക്സ്റ്റ് കണ്ടൻ്റാണ്. ക്ലീൻ ആൻഡ് ഹെൽത്തി എന്നുള്ള ഭാഗമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പ്ലീസ്. ഡു യുവർ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ടെൽ യു കീപ് യുവർ ബോഡി ക്ലീൻ? നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ നിങ്ങളോട് പറയാറുണ്ട് ബോഡി ക്ലീൻ ആക്കി വെക്കണമെന്ന്. കീപ്പിംഗ് ബോഡി ക്ലീൻ ഈസ് ദ വേ ടു സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി. എന്തിനു വേണ്ടിയാണ് പറയുന്നത്? നമ്മുടെ ശരീരം നമ്മൾ ക്ലീനാക്കി വെച്ചാൽ എന്താണ്, നമ്മൾ ഫിറ്റും ഹെൽത്തിയുമായിരിക്കും. നമുക്ക് എന്താണ്, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടുന്നുണ്ട് അല്ലേ. ഇതിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് കൊണ്ട് നമുക്ക് ചെറുത്ത് നിൽക്കാനാകും. ഓക്കെ, കീപ്പിംഗ് ക്ലീൻ. വി ഷുഡ് കീപ്പ് ourselves ക്ലീൻ. വി മസ്റ്റ് ബ്രഷ് അവർ ടീത്ത് ട്വൈസ് എ ഡേ. എന്താണ്, 2 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. വി മസ്റ്റ് ടേക്ക് ബാത്ത് എവരി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. വി മസ്റ്റ് കീപ്പ് അവർ ഹെയർ നീറ്റ് ആൻഡ് കോംബഡ്. നമ്മുടെ തലമുടി എന്താണ് എന്ന് നിങ്ങൾ നീറ്റാക്കി കോമ്പ് ചീകി വൃത്തിയായി സൂക്ഷിക്കണം. വി ഷുഡ് വിയർ ക്ലീൻ ആൻഡ് വെൽ അയൺഡ് ക്ലോത്ത്സ്. എപ്പോഴും വൃത്തിയുള്ളതും തേച്ചതുമായ അയൺ ചെയ്തതുമായ ഡ്രസ്സുകൾ വേണം ധരിക്കാൻ. വി ഷുഡ് ട്രിം അവർ നെയിൽസ് റെഗുലർലി. റെഗുലറായിട്ട് എന്ത് ചെയ്യണം? നഖം നെയിൽസ് ട്രിം ചെയ്യണം. ഡു നോട്ട് പുട്ട് ഫിംഗർ ഓർ എനിത്തിങ് ഷാർപ്പ് ഇൻ യുവർ ഇയർ. യൂസ് ഡം ക്ലോത്ത് ഓർ കോട്ടൺ ബഡ്സ് ടു ക്ലീൻ ദം. ഒരിക്കലും നമ്മുടെ ചെവിയിലെ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊന്നും ഇടരുത്. നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ ബഡ്സോ ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യുക. അതും ഒരിക്കലും കുട്ടികൾ ചെയ്യുന്ന നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. വി ഷുഡ് റിൻസ് അവർ മൗത്ത് വിത്ത് ക്ലീൻ വാട്ടർ ആഫ്റ്റർ എവരി മീൽ. എല്ലാ ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? വാ കഴുകണം. വി ഷുഡ് കവർ അവർ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വൈൽ കഫിങ് ഓർ സ്നീസിങ്. നമ്മൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാ ഒരു കർച്ചീഫ് കൊണ്ട് കവർ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ടേക്കിംഗ് റെസ്റ്റ് ആൻഡ് ഡൂയിങ് എക്സസൈസ്. ഇത് മാത്രം പോരാ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ റെസ്റ്റും അതുപോലെ തന്നെ എക്സസൈസും വേണം. എ ഗുഡ് റെസ്റ്റ് വെൻ വി ആർ ടയേർഡ് ഹെൽപ്പ് അസ് ടു ഫ്രഷ് ആൻഡ് റെഡി എഗെയിൻ. നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും റെസ്റ്റ് എടുത്തതിന് ശേഷം. വി ഷുഡ് സ്ലീപ്പ് ഫോർ ലീസ്റ്റ് 8 to 10 hours അറ്റ് നൈറ്റ്. കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. 8 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങണം. എ ഗുഡ് സ്ലീപ്പ് മേക്ക് എസ് ഫ്രഷ് ആൻഡ് ആക്റ്റീവ് അഗെയിൻ. നല്ല ഉറക്കം നമ്മളെ ഫ്രഷും അതുപോലെ തന്നെ ആക്റ്റീവുമാക്കും. ഹാവ് യു ഹേർഡ് ദിസ്? early to bed and early to rise makes a man healthy, wealthy and wise. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെൽത്തിയും വെൽത്തിയും ആയിട്ടുള്ള ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഉണരാമെന്നാണ് പറയുന്നത്. സോ സ്ലീപ്പ് ഏർലി അറ്റ് നൈറ്റ് ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. എക്സസൈസ് ഓൾസോ മേക്ക് അവർ ബോഡി ആക്റ്റീവ്. എക്സസൈസ് നമ്മുടെ ബോഡിയെ ആക്റ്റീവ് ആക്കും. എന്തൊക്കെ എക്സസൈസാണ്? സൈക്ലിംഗ്, റണ്ണിങ്, പ്ലേയിങ്, ഔട്ട്ഡോർ ഗെയിംസ് ആർ ഗുഡ് എക്സസൈസ് ഫോർ ചിൽഡ്രൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോ ടു ആൻഡ് പ്ലേയിങ് ഗെയിംസ് ഈസ് വേ ടു മേക്ക് ഫ്രണ്ട്സ് ആൻഡ് റിമെയിൻ ഫിറ്റ്. നമുക്ക് വെളിപ്പുറത്തുള്ള കളികളാണ് കുട്ടികളുടെ എക്സസൈസിനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യോഗ ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ലേൺ സം യോഗ എക്സസൈസ് ഫ്രം യുവർ ഗെയിംസ് ടീച്ചർ. ടീച്ചറിനോട് പറഞ്ഞ് കുറച്ച് യോഗ എക്സസൈസുകളൂടെ നിങ്ങൾ പഠിക്കണം. ഇവിടെ കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി. നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക. ബ്രഷ് ചെയ്യുന്ന പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത് എന്താണ്? പൈപ്പ് ക്ലോസ് ചെയ്ത് വേണം ബ്രഷ് ചെയ്യാൻ. ഇതുപോലെ വെള്ളം വേസ്റ്റ് ചെയ്യരുത്. പിന്നെന്താണ്? അൺഹെൽത്തി ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക. പിന്നെന്താണ്? നെയിൽസ് കൃത്യമായി ഡ്രിം ചെയ്യുക. വായിലിങ്ങനെ വിരൽ ഇടരുത്. ഇതൊക്കെ കുറച്ച് എവരിഡേ ലൈഫിലുള്ള കുറച്ച് ഹാബിറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹാബിറ്റ്സ് എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ഗുഡ് ഹാബിറ്റ്സ്? ഫസ്റ്റ് വൺ ഗുഡാണ്, സെക്കൻഡ് വൺ ഗുഡ്, തേർഡ് വൺ ഗുഡ്. ഈ സൈഡിലേതെല്ലാം എന്താണ്? റോങ് ആണല്ലേ. ഓക്കെ, താങ്ക് യു.